അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കിബരീത്തുൽ അഹ്മർ എന്ന നമ്മുടെ ഈ ഗ്രന്ഥം ഇബ്നു അറബി തങ്ങളുടെ വിജ്ഞാന ലോകം ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണല്ലോ. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു എന്ന് പറയുന്ന ആയത്തിൽ ഇബ്നു അറബി തങ്ങളുടെ ദർശനം എന്താണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് മഹാനവറുകൾ ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന ആയത്ത് ലാ തുദ്രികുഹുൽ അബ്സാർ, സൂറത്തുൽ അൻആമിലെ ആയത്താണ്. കണ്ണുകൾക്ക് അള്ളാഹുവിനെ എത്തിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനെ പരിപൂർണമായിട്ട് കണ്ണുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇവിടെ അബ്സാർ എന്നാണ് മഹാനവർ പരിശുദ്ധമായ ഖുർആനിന്റെ വചനം. അതിന് മഹാനവറുകൾ കൊടുത്ത വ്യാഖ്യാനം ഐ അൽ അബ്സാറുൽ മഹ്ജൂബത്തു, മറയാൽ തടയപ്പെട്ട കണ്ണുകൾ അള്ളാഹുവിനെ ദർശിക്കുകയില്ല, മനസ്സിലാക്കുകയില്ല. മറയാൽ തടയപ്പെട്ടത് എന്ന് പറയുമ്പോൾ വഹുവൽ ലത്തീഫുൽ ഖബീർ, എത്തരത്തിൽ അള്ളാഹു തആല അതിസൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവനും അതിസൂക്ഷ്മമായി അനുഗ്രഹങ്ങൾ നൽകുന്നവനുമാണല്ലോ അള്ളാഹു തആല. അതായത് ഐ ലത്തീഫും ബി ഇബാദിഹി, അവന്റെ അടിമകളെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്, അല്ലെങ്കിൽ അടിമകളോട് അതിസൂക്ഷ്മമായി അനുഗ്രഹം ചെയ്തു കൊടുത്തവനാണ് അവൻ. ആ നിലക്ക് അതിസൂക്ഷ്മമായി അള്ളാഹു തആല തൻ്റെ അടിമകൾക്ക് അനുഗ്രഹം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന നിലക്ക് നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്താണ്? അതിനാണ് അബ്സാറിന് ബഹുമാനപ്പെട്ടവർ നൽകിയ വിശദീകരണം മറയാൽ തടയപ്പെട്ട കണ്ണുകൾക്ക് എന്നാ പറഞ്ഞത്. അപ്പൊ മറ നൽകപ്പെട്ടതായ കണ്ണുകൾക്ക് ഹക്കിനെ എത്തിക്കാൻ കഴിയൂല. എത്തരത്തിൽ അള്ളാഹു തആലയാണെങ്കിലോ അവന്റെ അടിമകളോട് അതിസൂക്ഷ്മമായി കരുണയുള്ളവനും അതിസൂക്ഷ്മമായി കാര്യങ്ങളൊക്കെ അറിയുന്നവനുമാണ്. എന്നിരിക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞെങ്കിലും അതിസൂക്ഷ്മമായി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കണ്ണുകൾക്ക് ഹക്കിനെ എത്തിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മറ നൽകപ്പെട്ടതായ കണ്ണുകൾക്ക് എത്തിക്കാൻ പറ്റൂല എന്നാണ്. ഹൈസു എത്തരത്തിൽ തജല്ലാ ലഹും അലാ ഖദിരി തോഖത്തിഹിം, ഹക്ക് തആല അവന്റെ അടിമകളിലേക്ക് തജല്ലിയാകുന്നുണ്ട് അലാ ഖദിരി തോഖത്തിഹിം, അവരുടെ കഴിവിനനുസരിച്ച്, അവരുടെ മനുഷ്യന്മാരുടെ തോക്കത്തിനനുസരിച്ച്, മനുഷ്യന്മാരുടെ കഴിവിനനുസരിച്ച് അല്ലാഹു തആല അവരിൽ എന്ത് ചെയ്യുന്നുണ്ട്? വെളിവാകുന്നുണ്ട്. വമുളഇഫിഹിം അൻ ഹംലി തഹ്ലിയത്തിൽ അഖ്ദസി, പരമപരിശുദ്ധമായ അള്ളാഹുവിന്റെ തജല്ലി, അള്ളാഹുവിന്റെ ദൈവീകമായ മഹത്വവും അള്ളാഹുവിന്റെ ദൈവീകമായ ഗുണങ്ങളും ഒരു അടിമയുടെ ഹൃദയത്തിൽ ആത്മീയമായി വെളിപ്പെടുത്താൻ പറ്റുന്നുണ്ട് അവരുടെ കഴിവിനനുസരിച്ച്, അവരുടെ തോക്കത്തിനനുസരിച്ച്. അവരുടെ ബലഹീനതക്കനുസരിച്ചുള്ള ഒരു കുറവ് മൂലമാണ് അതിനെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാത്തത്? മനസ്സിലാക്കാൻ പറ്റാത്തത്. അലാമാ തുഅ്തീഹുൽ ഉലൂഹിയ്യത്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൈവീകത ആവശ്യപ്പെടുന്നതനുസരിച്ച്, ദൈവികമായ ഊട്ടുഗുണങ്ങൾ, ദൈവികമായ ഗുണങ്ങൾ അവനിൽ ആവശ്യപ്പെടുന്നതനുസരിച്ച്, ഓരോ മനുഷ്യന്റെയും തോക്കത്തിനനുസരിച്ച്, ഓരോ മനുഷ്യന്റെയും കഴിവിനനുസരിച്ച്, ഓരോ മനുഷ്യന്റെയും ബോധത്തിന് അനുയോജ്യമായ രീതിയിൽ അല്ലാഹു തആല അവരിൽ വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് മറ നൽകപ്പെട്ടതായ കണ്ണുകൾക്ക് മാത്രമാണ്. മറ നീക്കിയതായ കണ്ണുകൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റും.
തെജല്ലി എന്ന് പറഞ്ഞാൽ വെളിപെടുക എന്നാണ് അർത്ഥം. അള്ളാഹു തആല വെളിപെട്ടു എന്നൊക്കെ എന്ത് ചെയ്യും പറയും. ശരിക്കും തെജല്ലി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അവന്റെ ദാത്തിനെയോ സിഫത്തുകളെയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെയോ സൃഷ്ടികളുടെ ബോധത്തിന് അനുയോജ്യമായ രീതിയിൽ വെളിപ്പെടുത്തുന്നതിനെയാണ് തെജല്ലി എന്ന് പറയുന്നത്. ആ തെജല്ലിക്ക് 7 ഘട്ടങ്ങളുണ്ട്. ആ തെജല്ലി അള്ളാഹു തആല കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാൻ ഒരു മറക്കപ്പെട്ട നിധിയായിരുന്നു, ഫഅഹബബ്തു അൻ ഉറഫ അല്ലെങ്കിൽ ഉൽഹറ, എനിക്ക് വെളിപ്പെടണം എന്ന് ഞാൻ ഇഷ്ടപ്പെട്ടപ്പോൾ ഫഖലഖത്തുൽ ഖൽഖ, ഞാൻ സൃഷ്ടികളെ വെളിവാക്കി എന്നാണ് അള്ളാഹു തആല എന്ത് ചെയ്തത് പറഞ്ഞത്. അപ്പൊ അള്ളാഹു തആലാക്ക് വെളിപ്പെടണം എന്ന ആഗ്രഹം വന്നപ്പോൾ, ഈ ആഗ്രഹം വരിക എന്നൊക്കെ പറയുന്നത് അള്ളാഹു തആലാക്ക് അങ്ങനെ ഒരു ആഗ്രഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിക്കണ്ട. ഭാഷാ പ്രയോഗം, അനുഭവ തലത്തിലുള്ള ഭാഷാ പ്രയോഗം ഈ രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ സൂഫിയാക്കളുടെ അനുഭവ ഭാഷകൾ എന്ന അനുഭവങ്ങൾ ഭാഷയുടെ പരിധിക്കുള്ളിലൂടെ സംസാരിക്കുമ്പോൾ അത് ഹുലൂലോ ഇത്തിഹാദോ അല്ലെങ്കിൽ അദ്വൈത അവതാരവാദമായിട്ട് തോന്നും, ഉറപ്പായിട്ടും തോന്നും. ആ സംഭവം ഈ അടുത്ത് ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ നിഗൂഢ രഹസ്യം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ അവസാനത്തില് ഞാൻ ഒരു ഭാഗം കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇതില് എല്ലാ ഭാഗങ്ങളിലേക്കും ഇതിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, തട്ടിച്ചിട്ടുണ്ട്. ഇവിടെ സൂഫി ആത്മീയാനുഭവം ഹുലൂലോ ഇത്തിഹാദോ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കാണാ എന്ത് ചെയ്യാ, ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ, ഹുലൂലും ഇത്തിഹാദും പോലെയായി തോന്നിക്കുന്ന 2 നിലപാടുകൾ സൂഫിയാക്കളുടെ വചനത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അവ രണ്ടും ഹുലൂലോ ഇത്തിഹാദോ അല്ല. ഹാഹുന മദ്ഹബാനി യൂഹിമാനി ബിൽ ഹുലൂലി വൽ ഇത്തിഹാദി. സൂഫിയാക്കൾ അവരുടെ ആത്മീയാനുഭവം ലോകത്ത് വിളമ്പിയത് മുഴുവനും ഹുലൂൽ ഇത്തിഹാദ് തോന്നിപ്പിക്കുന്ന രീതിയിലാ. പക്ഷെ വലൈസാ മിൻഹു ഫീ ഷൈഇൻ, അതിൽ ഒരിക്കലും എന്തില്ല, ഹുലൂൽ ഇത്തിഹാദ് ഇല്ല. അതാണ് അന്നസാലിക ഇദന്തഹ സുലൂഖുഹു ഇലല്ലാഹി തആല വഫില്ലാഹി തആല യസ്തഗ്രിഖു ഫീ ബഹരി തൗഹീദി വൽ ഇർഫാൻ. ആത്മീയ സഞ്ചാരിയായ ഒരാള് അവന്റെ യാത്ര അള്ളാഹുവിലേക്കും അള്ളാഹുവിലുമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങിയ അവൻ തൗഹീദിന്റെയും മഅരിഫത്തിന്റെയും കടലിൽ പോയി മുങ്ങിയാലോ ബിഹൈസു തൽമഹില്ലു ദാത്തുഹു ഫീ ദാത്തിഹി തആല, അള്ളാഹുവിന്റെ ദാത്തിൽ ഇവന്റെ ദാത്ത് എന്ത് ചെയ്യും, മുങ്ങിപ്പോകും. വസിഫാത്തുഹു ഫീ സിഫാത്തിഹി, അള്ളാഹുവിന്റെ സിഫത്തിൽ ഇവന്റെ സിഫത്ത് എന്ത് ചെയ്യും, മുങ്ങിപ്പോകും എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതിനെ ഭാഷാപരമായിട്ട് ഇങ്ങനെ അല്ലാതെ വേറെ ഏത് രീതിക്കാണ് എന്ത് ചെയ്യുക, ഇതിനെ അർത്ഥം വെക്കുക. പിന്നെ അപ്പോൾ അവന്റെ സത്ത അള്ളാഹുവിന്റെ സത്തയിൽ മുങ്ങി ഇല്ലാതാവുകയും, അവന്റെ സത്ത അള്ളാഹുവിന്റെ സത്തയിൽ മുങ്ങി ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ എന്താ, അവൻ അള്ളാഹിന്നാ അല്ലെങ്കിൽ അള്ളാഹു തആല അവനിൽ ഇറങ്ങിയെന്നാ? അങ്ങനൊന്നല്ല. അത് സ്വന്തം അഹന്തതയും സ്വന്തം സ്വബോധവും അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ മുന്നിൽ ഇല്ലാതാകുന്ന ഒരു ഘട്ടമാണത്. അത് അനുഭവിച്ചറിയേണ്ട ഒരു ഘട്ടമാണ്. ഇവന്റെ വിശേഷണങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ വിശേഷണത്തിൽ പോയി മുങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ ഇവന്റെ വിശേഷണം മാറി അള്ളാഹുവിന്റെ വിശേഷണമായി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ എന്ത് ചെയ്യുക, എന്റെ അടിമയെ ഞാൻ ഇഷ്ടപ്പെട്ട അവന്റെ കൈ ഞാനാകും, കാല് ഞാനാകും, ചെവി ഞാനാകും, നാവ് ഞാനാകും, ഹൃദയം ഞാനാകും, അവന്റെ തോന്നല് വരെ ഞാനാകും എന്നതൊക്കെ എന്ത് ചെയ്തത്, പറഞ്ഞത്. പിന്നെ തോന്നല് വരെ എന്നുള്ള ഹദീസിലുണ്ടോ എന്നൊന്നും ചോദിക്കണ്ട. അതിന്റെ വ്യാഖ്യാനത്തിൽ ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ ആ രീതിക്ക് എന്ത് ചെയ്തതാണ്, പറഞ്ഞതാണ്. അപ്പൊ ഈ രീതിക്ക് അള്ളാഹുവിന്റെ വിശേഷണത്തിൽ അവൻ മുങ്ങിപ്പോയാല് അവരിൽ നിന്നിട്ട് റുബ്ബമാ തസ്തുറു അൻഹു ഇബാറാത്തുൻ തുശ്ഇറു ബിൽ ഹുലൂലി വൽ ഇത്തിഹാദ്, ഹുലൂൽ ഇത്തിഹാദ് തോന്നിപ്പിക്കുന്നതായ വചനങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകുക തന്നെ ചെയ്യും. ഭാഷക്ക് ഈ ആത്മീയാനുഭവത്തെ പൂർണ്ണമായി വിവരിക്കാൻ കഴിയൂല എന്നാണ് മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ പറഞ്ഞ ഇബാറത്തിലൂടെ അതിന് പറയാണ് ലി ഖുസൂരിൽ ഇബാറത്തി അൻ ബയാനി തിൽകൽ ഹാൽ. ആ അവസ്ഥയെ, അവർ അനുഭവിച്ച ആ ഒരു അവസ്ഥയെ ഭാഷാതലത്തിൽ നിന്നുകൊണ്ട് വിവരിക്കാൻ ഭാഷാതലത്തിൽ നിന്നുകൊണ്ട് വിവരിക്കാൻ കഴിയൂല. ഈ രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. അതിൽ ഉലൂഹിൽ ഇത്തിഹാദ് തോന്നുന്ന ഇബാറത്തായിട്ട് അത് തോന്നുമെങ്കിലും വലൈസാ മിൻഹു ബിശൈഇൻ, അതിൽ ഒരു നിലക്കും ഹുലൂൽ ഇത്തിഹാദ് ഇല്ല, അങ്ങനെ മനസ്സിലാക്കുക വേണ്ട എന്ന് പറയാനുള്ള കാരണം അതാണ്. തിരിഞ്ഞോ? കാരണം ത്വരീഖുൽ ഫനാഇ ഫീഹി അൽ ഇയാനു ദൂനൽ ബുർഹാൻ, ഫനാഇനെ അറിയാനുള്ള വഴി ദർശനാനുഭവം മാത്രമാണ്, കേവലം യുക്തിപരമായ തെളിവുകളല്ല. സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറയാണ്. തിരിഞ്ഞോ? യുക്തിപരമായ തെളിവുകളെ കൊണ്ട് എന്ത് ചെയ്യാ, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് മനസ്സിലാക്കാൻ പറ്റൂല. ഇതുകൊണ്ട് തെളിവിനെ നിഷേധിക്കലൊന്നല്ല ഇവിടെ, അങ്ങനെ മനസ്സിലാക്കൊന്നും വേണ്ട.
സൈദുദ്ദീൻ സുൽത്താനി തെളിവൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാടോ തെളിവുകൾക്ക് അപ്പുറമുള്ള ഒരു ലോകമുണ്ട്, അതിനെ അതുപോലെ അംഗീകരിക്കാൻ തയ്യാറാകണം എന്ന് അവിടെ പറയുന്നത്. മനസ്സിലായോ? ഭാഷാ പ്രയോഗത്തിന്റെ അപ്പുറത്ത് എന്ത് ചെയ്യാ, ത്വരീഖുൽ ഫനാഇ ഫീഹി അൽ ഇയാൻ എന്ന് പറയുന്ന ഒരു ദർശനാനുഭവമുണ്ട്. ആ ദർശനാനുഭവത്തെ ദർശനാനുഭവമായി മനസ്സിലാക്കണം. അതിനെ ദർശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ എതിർക്കാൻ നിൽക്കണ്ട. അത് തെറ്റിദ്ധാരണാപരമായ വചനങ്ങളാണെന്ന് പറയാൻ നിൽക്കണ്ട. തിരിഞ്ഞോ? ഹഖ് തആലാന്റെ വെളിപാടുകൾ ഈ രീതിക്കാണ് ഈ ലോകത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്. അതിനെ എതിർക്കാനോ അതിനെ എന്ത് ചെയ്യാ, പിന്നെ ആക്ഷേപിക്കാനോ നിൽക്കണ്ട. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പല വീക്ഷണകോണിലൂടെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിഞ്ഞോ? ഇതില് ശരീഅത്തിന്റെ ബോധതലമാകുന്ന കൽബ് കൊണ്ട് മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവും, ത്വരീഖത്തിന്റെ ബോധതലമാകുന്ന റൂഹ് കൊണ്ട് മനസ്സിലാക്കുന്നവരുണ്ടാവും, ഹഖീഖത്തിന്റെ ബോധതലമാകുന്ന സിറ് കൊണ്ട് മനസ്സിലാക്കുന്നവരുണ്ടാവും. അവിടേക്കൊക്കെ എത്തണം. അവിടെയാണ് ഞാനല്ല സിറിനും സിറെന്ന് ചെന്നവർ, ഞാനല്ല തന്നൂടെ അമ്രെന്ന് ചെന്നവർ എന്ന് റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇനി അതും കഴിഞ്ഞ് മഅരിഫത്തിന്റെ ബോധതലത്തിലേക്ക് എത്തിയ ഖഫീ കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു മറഞ്ഞ നില, സിറിന്റെ അപ്പുറത്തുള്ള മറഞ്ഞ നിലയാണ് ഖഫീ എന്ന് പറയുന്നത്. ആ ഖഫീന്റെ ബോധതലം, അവിടെയാണ് സൂഫിയാക്കൾ മുരീദുമാർക്ക് കൊടുക്കുന്ന ദിക്റിന്റെ പേര് ഖഫീയായ ദിക്ർ എന്ന് പറയുന്നത്. ഈ ഖഫീയായ ദിക്ർ വായയിൽ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ ലിസാനിയാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുക. ലിസാനിയായ ദിക്റായിട്ടാണ് അവർ കൊടുക്കുക. ആ ലിസാനിയായതായ ദിക്റിനെ പിന്നെ കൽബ് കൊണ്ടും കൂടി ചെയ്യേണ്ട ഒരു രൂപരേഖ അവർ പറഞ്ഞു തരും. അപ്പൊ അത് കൽബിലേക്ക് ഇറങ്ങും, കൽബിന്റെ അപ്പുറത്തുനിന്ന് റൂഹിലേക്ക് ഇറങ്ങും, റൂഹിന്റെ അപ്പുറത്തുനിന്ന് സിറിലേക്ക് ഇറങ്ങും, സിറിന്റെ അപ്പുറത്തുനിന്ന് ഖഫീയിലേക്ക് ഇറങ്ങും, ഖഫീന്റെ അപ്പുറത്തുനിന്ന് അഖ്ഫയും അഖ്ഫൽ അഖ്ഫയുമായിട്ട് എന്ത് ചെയ്യും, പോകും. ഈ മറഞ്ഞ നിലയിലെ ബോധതലത്തിലേക്ക് വരുമ്പോൾ ഓരോരുത്തരെയും ഓരോ വസ്തുവിനെയും മനസ്സിലാക്കുന്നത് പല വീക്ഷണകോണിലൂടെ ആയിരിക്കും. എൻ്റെ ഈ ഭൗതിക ശരീരത്തിൽ കണ്ണുകൊണ്ട് കാണുന്ന ഒരു രൂപം ഉണ്ടാവും, എന്നാൽ എന്നെ കൽബ് കൊണ്ട് നോക്കുന്നവർക്ക് വേറൊരു രൂപം കാണാൻ പറ്റും, എന്നെ റൂഹ് കൊണ്ട് നോക്കുന്നവർക്ക് വേറൊരു കോലം കാണാൻ പറ്റും, എന്നെ ഖഫീ കൊണ്ട് നോക്കുന്നവർക്ക് വേറൊരു കോലം കാണാൻ പറ്റും. അല്ല, ഈ രീതിക്ക് അബുൽ ഉയൂനായി നിൽക്കുന്ന പല വീക്ഷണ കണ്ണുകളുള്ളവരുടെ പിതാവായി നിൽക്കുന്ന കാമിലിങ്ങളായ മശായിഖന്മാർക്ക് അത് പറ്റും. അതുകൊണ്ട് ലാ തുദ്രികുൽ അബ്സാർ എന്ന് പറഞ്ഞാൽ മറയിടപ്പെട്ട കണ്ണുകൾക്ക് കാണാൻ പറ്റൂല എന്നാണ്, മറ നീങ്ങപ്പെട്ട കണ്ണുകൾക്ക് കാണാൻ പറ്റും എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീഅത്താകുന്ന വീക്ഷണകോണിലൂടെ മനസ്സിലാക്കുമ്പോൾ 63 വർഷകാലം ജീവിച്ച ആ ഭൗതിക ശരീരത്തിന്റെ ബോഡിയിലുള്ള വ്യത്യസ്തമായ ബോഡിയിലുള്ള പ്രത്യേകമായ ഗുണങ്ങളുണ്ട്, 10 പ്രത്യേകതകൾ. അത് ലോകത്ത് ഒരു അമ്പിയാക്കൾക്കോ ഒരു ഔലിയാക്കൾക്കോ ഒരു സൃഷ്ടിക്കോ നൽകിയിട്ടില്ല. അതിലുള്ളതാണ് അവിടുത്തെ ശരീരത്തിൽ ഈച്ചയിരിക്കാറില്ല, അവിടുത്തെ ശരീരത്തിലെ വിയർപ്പ് അത്തറിന്റെ മണമായിരുന്നു, അവിടത്തേക്ക് മേഘം തണലിടാറുണ്ടായിരുന്നു, അവിടുത്തെ മൂത്രമോ കാഷ്ടമോ അല്ലാഹു തആല പുറത്ത് കൊണ്ടുവരാതെ സംരക്ഷിച്ചു എന്നുള്ളതായ വിശേഷണങ്ങളൊക്കെ അത് ശരീഅത്തിന്റെ ബോധതലത്തിൽ നിന്നുകൊണ്ട് മുത്തുനബി എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കലാണ്. എന്നാൽ ത്വരീഖത്താകുന്ന റൂഹിന്റെ ബോധതലത്തിൽ മനസ്സിലാക്കുമ്പോൾ മുത്തുനബിയെ നൂറായിട്ട് മനസ്സിലാക്കണം. നൂറായിട്ട് മനസ്സിലാക്കുമ്പോഴോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 വർഷത്തെ കാലയളവിലുള്ള ആളല്ല, ആദം നബിയെ പടക്കുന്നതിന്റെ വർഷങ്ങൾക്ക് അപ്പുറമുള്ള ആളാണ്. അപ്പോഴാണ് ലോകത്തുള്ള സകലമാന സൃഷ്ടികളുടെയും നേതാവായിട്ടും സകലമാന സൃഷ്ടികളെ ഈ ലോകത്തെ തന്നെ പടക്കാൻ കാരണഭൂതരായിട്ടും ആര് വരിക? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരിക. അത് നൂറായിട്ട് മനസ്സിലാക്കണം. അത് നമ്മളുടെ റൂഹ് കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ഭൗതിക ഈ ശരീഅത്താകുന്ന ബോധതലത്തിൽ മനസ്സിലാക്കാൻ പറ്റൂല. ത്വരീഖത്തുമായി ബന്ധപ്പെട്ട റൂഹ് തലത്തിൽ മുത്തുനബി നൂറായിരുന്നു എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഹഖീഖത്ത് തലത്തിലും മഅരിഫത്ത് തലത്തിലും അത് മനസ്സിലാക്കുമ്പോൾ മൽഹറു ജമീഉൽ കായിനാത്ത് എന്ന് പറയുന്ന ഒരു വിശേഷണം അവിടെ മുത്തുനബിക്കുണ്ട്. മൽഹറുൽ അത്തം എന്ന് പറയുന്ന ഒരു വിശേഷണമുണ്ട്. എന്തേ? അള്ളാഹുവിന്റെ മൊത്തം അസ്മാഇ സിഫാത്തുകളും പരിപൂർണമായി വെളിവായി നിൽക്കുന്ന ഒരാളായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. അവിടെയാണ് ഹഖ് തആലാന്റെ പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് വെളിവാക്കിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇത് പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ടൊന്നും എന്ത് ചെയ്യണ്ട, അവതരിപ്പിക്കണ്ട. ഖുർആൻ കൊണ്ട് തന്നെ മനസ്സിലാക്കുക. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹു റമ. നിങ്ങൾ എറിഞ്ഞപ്പോൾ നബി നിങ്ങളല്ല എറിഞ്ഞത്, അള്ളയാണ് എറിഞ്ഞത്. ഹഖ് തആലാന്റെ പ്രവർത്തനം മുത്തുനബിയിലൂടെ ഇവിടെ പ്രകടമാക്കുകയാണ്. മനസ്സിലായ? അതുപോലെ നിങ്ങളോട് ബൈഅത്ത് ചെയ്ത ആളുകൾ നബിയെ നിങ്ങളോട് അല്ല ബൈഅത്ത് ചെയ്ത് അള്ളാഹിനോടാണ്. ഹഖ് തആലാന്റെ പ്രവർത്തനം മുത്തുനബിയിലൂടെ ഇവിടെ എന്ത് ചെയ്യാണ്, പ്രകടമാകുകയാണ്. തിരിഞ്ഞോ? യദുല്ലാഹി ഫൗക ഐദിഹിം. അവരുടെ മേലെ അങ്ങ് വെച്ച അങ്ങയുടെ കൈയുണ്ടല്ലോ, അത് അള്ളാന്റെ കൈയാണ് നബിയെ. ഹഖ് തആലാന്റെ പ്രവർത്തനം ഇവിടെ എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഇവിടെ വെളിവാക്കുകയാണ്.
തിരിഞ്ഞോ? ഇങ്ങനെ ഹക്ക് തആലാന്റെ മൊത്തം പ്രവർത്തനങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഇവിടെ വെളിവാക്കിയപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത് മയ്യുത്തിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ഈ നബിക്ക്, ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഴിപ്പെടൽ അല്ലാഹുക്കുള്ള വഴിപ്പെടലാണ്. ഇതൊക്കെ നമ്മൾ ഇതിന്റെ ആത്മീയ തലത്തിലൂടെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയല്ലേ. അല്ലാഹു തആല ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു എന്ന് പറയും. അവലാണ്, തുടക്കമില്ലാത്തവനാണ്, ആദ്യമുള്ളതാണ്. ആഖിറാണ്, ഒടുക്കമില്ലാത്തവനാണ്, എന്നുണ്ടാവും. ബാത്തിനാണ്, അവൻ എന്താണ്, മറഞ്ഞിരിക്കുന്നവനാണ്. ലാഹിറാണെന്ന് പറഞ്ഞ ഒരു ആശയം ഇവിടെ മനസ്സിലാക്കണ്ടേ. അവിടെയാണ് ഫഹബബ്തു അൻ ഉദ്ഹറ, വെളിപെടണം എന്ന് എന്ത് ചെയ്തപ്പോൾ, ആഗ്രഹിച്ചപ്പോൾ സൃഷ്ടികളെ വെളിവാക്കി. അങ്ങനെ അല്ലാഹു തആലക്ക് ഈ സൃഷ്ടി ലോകം എന്ന് പറയുന്ന ഒരു ലോകമില്ലാതെ അമ എന്ന് പറയുന്ന ഒരു ലോകം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അഹദിയത്തിന്റെ ലോകം. അവിടുന്ന് പിന്നെ വഹദത്ത് എന്ന് പറയുന്ന സിഫത്തുകളുടെ ലോകത്തിലേക്കും, പിന്നെ സിഫത്തുകളുടെ പ്രകടമാക്കിയ വാഹിദീയത്തിന്റെ ലോകത്തിലേക്കും, അവിടുന്ന് ആലമുൽ അർവാഹിന്റെ ലോകത്തിലേക്കും, അവിടുന്ന് ആലമുൽ മിസാലിന്റെ ലോകത്തിലേക്കും, പിന്നെ ആലമുൽ അജ്സാമിന്റെ ലോകത്തിലേക്കും, പിന്നെ ആലമുൽ ഇൻസാന്റെ ലോകത്തിലേക്കും ഹക്ക് തആല വെളിപ്പെട്ടതായ രംഗങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ വെളിപ്പെടൽ ഓരോരുത്തരുടെ ബോധതലങ്ങൾക്കനുസരിച്ചാണ് വെളിപ്പെടുന്നത്. അതിനെ ആ രീതിക്ക് വിലയിരുത്തിയിട്ട് മനസ്സിലാക്കിയാൽ മതി. വിലയിരുത്താത്തവർ അതിനെ എതിർക്കുകയും വേണ്ട എന്നുള്ള ഒരു പൊതുതത്വം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നോ ദൈവിക വെളിപാടുകൾ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമല്ലേ. അതുകൊണ്ടല്ലേ ശുജാഇ മുസ്ലിയാർ പാടിയത്, കാണും സ്വരൂപമെല്ലാം ഹഖീഖത്തിൻ ഹക്കിൻ മദ്ഹറുണ്ട് ഉറച്ചുകൾ കണ്ണാടിൽ കാണും പോലെ കനബിദിൽ കാഴ്ചക്കുക മീതടി മകളെ. ഹക്ക് തആല ഇവിടെ വെളിപ്പെട്ട് നിന്ന് പിന്നെ എന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മളുടെ മറയാൽ ഹിജാബിടപ്പെട്ടതാണ്. നമുക്ക് മറയാൽ തടയപ്പെട്ട കണ്ണുകൾ ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഹിക്കമിൽ പറഞ്ഞത് വഇന്ന മഹ്തജബകൽ ഹഖു അൻക ലിശിദ്ദത്തിൽ ഖുർബി ഇലൈക. ഹക്ക് തആല നിന്നിൽ നിന്ന് മറഞ്ഞതായിട്ട് നിനക്ക് തോന്നുന്നത് കൂടുതൽ അടുപ്പമുള്ളത് കൊണ്ടാണ്. കണ്ടതായേക്കാൾ നിങ്ങളിലേക്ക് ഞാൻ അടുത്തതാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരണമായിട്ട് അതിന്റെ വ്യാഖ്യാനത്തിൽ ഇഖാദുൽ ഹിമ്മമിൽ ഇബ്നു അജീബത്തുൽ ഹസനി തങ്ങൾ പറയുന്നുണ്ട്, നമ്മളുടെ കണ്ണിന്റെ കറുപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ, അത് കൂടുതൽ നമ്മളിലേക്ക് അടുത്തത് കൊണ്ടാണ്. തിരിഞ്ഞാ? അപ്പൊ ആ കണ്ണ്, ആ ഹിജാബിടപ്പെട്ട കണ്ണിന്റെ ആ മറ നീങ്ങിയ അത് കാണും. അതിന് മറ്റൊരു കാരണം പറയുന്നത് ഹക്ക് തആല ഇവിടെ മറഞ്ഞു നിൽക്കുന്നത് ലിശിദ്ദത്തിൽ ളുഹൂരി ഫീഹി, ഇവിടെ അള്ളാഹുവിന്റെ വെളിപ്പെടൽ ശക്തമായത് കൊണ്ടാണെന്നാ. ശക്തമായി വെളിപ്പെട്ട ഒരു സാധനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ പറ്റൂല. ഇപ്പോ സൂര്യൻ നട്ടുച്ച സമയത്ത് വെളിവായി നിൽക്കുമ്പോൾ സൂര്യന്റെ പ്രകാശം മുഴുവനായിട്ട് ഇവിടെ ഭൂമിയിൽ പതിക്കുന്ന സമയം, ആ സമയത്ത് സൂര്യനിലേക്ക് നോക്കിയാൽ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുമോ? ഇല്ല. തിരിഞ്ഞോ? അപ്പൊ അതിനേക്കാളും വലിയ എന്ത് വേണം, ആ പറയുന്ന സൂര്യകിരണങ്ങളായി നിൽക്കുന്ന ഒരു കിരണം നമ്മളിൽ ഉണ്ടാകണം. അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നൂറായ അള്ളാഹുവിനെ നൂറായിട്ട് ഞാൻ കണ്ടു എന്ന് എന്ത് ചെയ്തത് പറഞ്ഞത്. അപ്പൊ നമ്മൾ നൂറായ ആ നൂറിനെ കാണാൻ പറ്റും. അള്ളാഹു നൂറ് സമാവാത്തി വൽ അർളാണ്. നമ്മളെ നൂറാകാത്തതുകൊണ്ടാണ് ആ നൂറിനെ നമുക്ക് എന്ത് ചെയ്യാത്തത്, ബോധ്യമാകാത്തത്. മനസ്സിലായോ? അപ്പൊ ഈ രീതിക്ക് ആയി മാറിയാൽ ഹക്ക് തആല ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകാം. പക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെ ബോധതലങ്ങൾക്കും നമ്മളുടെ ഓരോരുത്തരുടെ കഴിവിനും പക്വതക്കും പാകതക്കും അനുസരിച്ചാണ് ഹക്ക് തആല ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത്. അത് പരിപൂർണമായ നിലക്ക്, പരിപൂർണമായ ബോധ്യത്തിൽ നിൽക്കുമ്പോൾ ഹക്ക് തആല നമ്മളിൽ നിന്ന് മറയിടപ്പെടൂല എന്ന് മനസ്സിലാക്കണം. അതാണ് ലാ തുദ്രികുൽ അബ്സാർ എന്ന് പറയുന്ന ആയത്തിന്റെ വിവക്ഷണം എന്ന് ഇബ്നു അറബി തങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അത് ബഹുമാനപ്പെട്ട ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.